കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിലൂടെ നഷ്ടമായ 2.39 കോടി രൂപ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുക്കാൻ ശുപാർശ. തദ്ദേശ ഡയറക്ടറേറ്റ് ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റേതാണ് ശുപാർശ. നഗരസഭയിൽ ജോലി ചെയ്തിരുന്ന 9 സെക്രട്ടറിമാർ ഉൾപ്പെടെ 29 പേരിൽ നിന്ന് പണം ഈടാക്കും. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? സ്വാതി, കോട്ടയം നഗരസഭയിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നതാണ് മുൻ ജീവനക്കാരൻ നടത്തിയിട്ടുള്ള 2.39 കോടി രൂപയുടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. ആ തട്ടിപ്പ് കേസിൽ നിലവിൽ പ്രതിയായിട്ടുള്ള മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഒരു നടപടി, അല്ലെങ്കിൽ തദ്ദേശ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ തട്ടിപ്പ് നടന്ന കാലാവധിയായിട്ടുള്ള 47 മാസം, 2021 മുതൽ 24 വരെയുള്ള 47 മാസം അവിടെ ജോലി ചെയ്തിരുന്ന 29 ഉദ്യോഗസ്ഥരിൽ നിന്നും തട്ടിപ്പായിട്ട് അല്ലെങ്കിൽ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട 2.39 കോടി രൂപ ആ ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചു പിടിക്കാനാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ഒരു ശുപാർശ എന്നോണം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നഗരസഭയിൽ ആ കാലയളവിൽ ജോലി ചെയ്തിരുന്ന 9 സെക്രട്ടറിമാർ ഉൾപ്പെടെ 29 ജീവനക്കാർക്കെതിരെയാണ് ഇത്തരത്തിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നുമൊക്കെ ഈ തുക തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ശുപാർശ തദ്ദേശ ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻസ് വിഭാഗം സർക്കാരിന് മുൻപിൽ ഒരു ശുപാർശയായിട്ട് നൽകിയിരിക്കുന്നത്. സെക്രട്ടറിമാർക്ക് പുറമെ അവരുടെ PA-മാർ, അവരുടെ ക്ലർക്ക്, അക്കൗണ്ടന്റ്, സൂപ്രണ്ട് എന്നിവരിൽ നിന്നാണ് തുക ഈടാക്കാൻ ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത കണക്കാക്കിക്കൊണ്ട് 18% പിഴ പലിശ അടക്കം ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ തുക കൂടാതെ ഈടാക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശം തന്നെയാണ് തദ്ദേശ വകുപ്പ് സർക്കാരിന് മേൽ ശുപാർശയായിട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും നിലവിൽ ശുപാർശ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ സംഭവത്തിൽ നഗരസഭ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 4ഓളം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾക്ക് പുറമെയാണ് ഇപ്പോൾ അവരുടെ വേതനത്തിൽ നിന്നും ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു കർശന നടപടിയിലേക്ക് കൂടി തദ്ദേശ വകുപ്പ് കടന്നിരിക്കുന്നത്. അതേസമയം നിലവിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള അഖിൽ സി വർഗീസിനെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. 5 മാസത്തിലേറെയായിട്ട് ഇയാൾ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് പുറമെ മറ്റ് ചില സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി നഗരസഭയിൽ ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നഗരസഭയുടെ